Hello my dear students, welcome to Ray Scheme. PM ആണ് നമ്മളെ തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ. ഓക്കെ, ഒരു 6ഓളം തെർമോഡൈനാമിക് പ്രോസസ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ തെർമോഡൈനാമിക് പ്രോസസ്സുകളായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുൻ വർഷങ്ങളിൽ കീമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള 10 ക്വസ്റ്റ്യൻസ്, ആ 10 ക്വസ്റ്റ്യൻസ് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാം. ഓക്കെ, സോ റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ പ്രോസസ് ഇൻ വിച്ച് ദർ ഇസ് നോ ഫ്ലോ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ഈസ്. കീം 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്കോ സറൗണ്ടിങ്ങിൽ നിന്ന് സിസ്റ്റത്തിലേക്കോ ദർ ഇസ് നോ ഫ്ലോ ഓഫ് ഹീറ്റ് എന്നാണ് പറയുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് ഡെൽറ്റ ക്യൂവിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. മക്കളെ, ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് പ്രോസസ് ആണ്? വിച്ച് ഈസ് നത്തിങ് ബട്ട് അഡിയാബാറ്റിക് പ്രോസസ്. ഓക്കെ, സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ സിസ്റ്റം ഓഫ് ഐഡിയൽ ഗ്യാസ് അണ്ടർഗോസ് എ തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് ദ ഇനീഷ്യൽ പ്രഷർ ആൻഡ് വോളിയം ആർ ഈക്വൽ ടു ദ ഫൈനൽ പ്രഷർ ആൻഡ് വോളിയം. ഓക്കെ, let delta Q be the heat supplied to the system, delta W be the work done by the system, and delta U be the change in its internal energy. The correct option is, okay, initial pressure final pressure എന്താണ്? സെയിം ആണ്. ഓക്കെ, ഇനീഷ്യൽ വോളിയമും ഫൈനൽ വോളിയം എന്താണ്? സെയിം ആണ്. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് എനിക്ക് എഴുതാം P1 V1 is equal to P2 V2. Ready? So from ideal gas equation I can write P1 V1 is equal to mu R T1. Okay, so mu R T1 is equal to mu R T2. Ready അല്ലേ? So mu R കട്ടായി T1 is equal to T2 എന്ന് കിട്ടി. That is, there is no change in temperature. So change in temperature is equal to 0. Initial temperature final temperature equal ആണെന്ന് കിട്ടി. Okay, so change in temperature 0 ആണെങ്കിൽ change in internal energy എന്തായിരിക്കും? 0 ആയിരിക്കും. So ആ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ആ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ അതൊന്ന് കൊടുക്കുക. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അതെങ്ങനെ മാറും നോക്കൂ. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യൂ എന്നാണ്. അതിൽ ഡെൽറ്റ യു ഇവിടെ 0 ആയിപ്പോയി. അപ്പം ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യൂ എന്ന് കിട്ടും. ആ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. റെഡി? Moving on to the next question. The possibility of increase in temperature of a gas without adding heat to happen in. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ ഹീറ്റ് കൊടുക്കാതെ തന്നെ എന്താണ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാവുന്ന പ്രോസസ്സ് ഏതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഉറപ്പായിട്ടും അത് ഐസോതെർമൽ എക്സ്പാൻഷനും ഐസോതെർമൽ കംപ്രഷനും ആയിരിക്കില്ല. കാരണം എന്താണ്? അവിടെ ടെമ്പറേച്ചറിന്റെ ഇൻക്രീസ് ഉണ്ടാവില്ല. ഐസോതെർമൽ പ്രോസസ് അല്ലേ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ് അല്ലേ. സോ ആ രണ്ട് ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഐസോബാരിക് പ്രോസസ്സിന്റെ കേസിൽ നമ്മൾ എന്താണ് ഹീറ്റ് കൊടുത്താൽ മാത്രമേ അവിടെ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാവുള്ളൂ. സോ അതും നമുക്ക് എന്താക്കാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. പിന്നെയുള്ള രണ്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അഡയാബാറ്റിക് എക്സ്പാൻഷനും അഡയാബാറ്റിക് കംപ്രഷനും ആണ്. സോ ഫോർ അഡയാബാറ്റിക് പ്രോസസ് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ് നമുക്കറിയാം. സോ ഫസ്റ്റ് ലോ എങ്ങനെ എഴുതാൻ പറ്റും? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് എഴുതാം. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0 ആണ്. സോ 0 ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യൂ എന്ന് വരും. ഓക്കെ, സോ ഡെൽറ്റ ഡബ്ല്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് വന്നു. റെഡി അല്ലേ? ഡെൽറ്റ ഡബ്ല്യൂവിന് ഞാൻ അവിടെ ഒരു മൈനസ് വരും അല്ലേ. ഡെൽറ്റ ഡബ്ല്യൂ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡെൽറ്റ യു എന്ന് വന്നു. ഓക്കെ, ദെൻ ഡെൽറ്റ ഡബ്ല്യൂവിനെ നമുക്ക് പി ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു എന്ന് വന്നു. റെഡി? ഇഫ് ഡെൽറ്റ വി ഈസ് പോസിറ്റീവ്, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ നമ്മളെ ഇന്റേണൽ എനർജി കൂടിയാൽ മാത്രമേ ടെമ്പറേച്ചറിൽ റൈസ് ഉണ്ടാവുള്ളൂ. സോ ഫോർ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ യു ഷുഡ് ബി പോസിറ്റീവ്. മക്കളെ, ഡെൽറ്റ യു പോസിറ്റീവ് ആണെങ്കിൽ ഈ ഇക്വേഷൻ പ്രകാരം എന്തായിരിക്കണം? ഡെൽറ്റ വി എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഡെൽറ്റ വി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? കംപ്രഷനാണ്. ഓക്കെ, വോളിയം കുറയുന്ന പരിപാടിയാണ്. ഓക്കെ, സോ ദിസ് ഈസ് നത്തിങ് ബട്ട് അഡയാബാറ്റിക് കംപ്രഷൻ. ഒപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുണ്ടാവുക. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് നോ വർക്ക് ഈസ് ഡൺ ഓൺ ഓർ ബൈ ദ ഗ്യാസ് ഈസ്. ഓക്കെ, വർക്ക് എന്താണ്? ഇവിടെ 0 ആണ്. വർക്ക് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പി ഇൻറ്റു ഡെൽറ്റ വി ഈക്വൽ ടു 0 എന്ന് എഴുതാം. അങ്ങനെ ആവുന്ന സമയത്ത് ആ പ്രഷർ അവിടെ 0 ആവില്ല. പിന്നെ 0 ആവാൻ ചാൻസ് ഉള്ള ആരാണ്? ഡെൽറ്റ വി ആണ് 0 ആവാൻ ചാൻസ് ഉള്ളത്. ഡെൽറ്റ വി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വി ഈസ് എ കോൺസ്റ്റന്റ്. വോളിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐസോകോറിക് പ്രോസസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഇ ഈസ് കറക്റ്റ്. കീം 2011 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
If an ideal gas undergoes isothermal process from some initial state I to final state F, then the change in internal energy during this process is isothermal process ആവുന്ന സമയത്ത് for isothermal process delta T is equal to 0. അങ്ങനെ ആവുന്ന സമയത്ത് എന്താണ് ഇന്റേണൽ എനർജി ചേഞ്ച് എന്താണ് 0 ആണ്. സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി യു ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ ആ ഓപ്ഷൻ ഇവിടെ ഉണ്ട്, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. റെഡി, അടുത്ത ക്വസ്റ്റ്യൻ. A process in which the amount of heat supplied to the system goes fully to change its internal energy and the end temperature is. Okay, നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മുഴുവനായിട്ടും ഇന്റേണൽ എനർജി ചേഞ്ചിന് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ചിന് ഉപയോഗപ്പെടുന്ന പ്രോസസ്സ് ഏതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, സോ ഡെൽറ്റ ക്യൂ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി? ഇന്റേണൽ എനർജി ചേഞ്ച് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ചിന് വേണ്ടി ഉപയോഗപ്പെടുത്തി. അങ്ങനെ ആവുന്ന സമയത്ത് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പം ഇതിൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഡെൽറ്റ ഡബ്ല്യു 0 ആണെങ്കിൽ പി ഇൻറ്റു ഡെൽറ്റ വിയും 0 ആയിരിക്കും. ഇത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു എന്താണ്? ഡെൽറ്റ വി 0 ആണ്. ഡെൽറ്റ വി 0 ആണെങ്കിൽ വി എന്താണ്? വി ഈസ് കോൺസ്റ്റന്റ് ആണ്. വി ഈസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എന്ത് പ്രോസസ്സാണ്? ഐസോകോറിക് പ്രോസസ് ആണ്. ഓക്കെ, 2 വർഷം മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, കീം 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫോർ ഐസോതെർമൽ പ്രോസസ് ഡെൽറ്റ ടി ഈക്വൽ ടു 0. അത് കറക്റ്റ് ആണ്. ഫോർ ഐസോകോറിക് പ്രോസസ് ഡെൽറ്റ വി ഈക്വൽ ടു 0. അതും കറക്റ്റ് ആണ്. പിന്നെ വരുന്നത് ഐസോബാറിക് പ്രോസസ് ഡെൽറ്റ പി ഈക്വൽ ടു 0. കറക്റ്റ് ആണ്. ഫോർ അഡിയാബാറ്റിക് പ്രോസസ് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0. കറക്റ്റ് ആണ്. ഫോർ സൈക്ലിക് പ്രോസസ് ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു 0. ആണോ? നോക്കൂ, സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്ന സമയത്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 ആയിരിക്കും. സോ ഇന്റേണൽ എനർജി ചേഞ്ച് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു 0 ആയിപ്പോയി. അപ്പം ഡെൽറ്റ ഡബ്ല്യു എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 0 എന്നാണ് കൊടുത്തത്. സോ സൈക്ലിക് പ്രോസസ്സിൽ അതെന്താണ്? തെറ്റാണ്. സോ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇ. ക്ലിയർ? ഓക്കെ, കീം 2012 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The relation between slope of isothermal curve and slope of adiabatic curve. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മക്കളെ, ഐസോതെർമൽ പ്രോസസ്സിലെ പി വി ഡയഗ്രവും അഡിയാബാറ്റിക് പ്രോസസ്സിന്റെ പി വി ഡയഗ്രാം ഏകദേശം ഒരേ ഷേപ്പിലായിരിക്കും, റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്നുള്ള ഷേപ്പിലായിരിക്കും. പിന്നെ എങ്ങനെയാണ് ഒന്ന് ഐസോതെർമൽ മറ്റത് അഡിയാബാറ്റിക് എന്ന് മനസ്സിലാക്കുക? നമ്മൾ ഒന്നിന്റെ സ്ലോപ്പ് കൂടുതലായിരിക്കും. അഡിയാബാറ്റിക് ആയിട്ടുള്ള കേർവിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഐസോതെർമലിനേക്കാളും കൂടുതലായിരിക്കും. എത്ര ടൈംസ് കൂടുതലായിരിക്കും? ഒരു ഗാമ ടൈംസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ സ്ലോപ്പ് ഓഫ് adiabatic curve is equal to gamma times of slope of isothermal curve. Option A is correct. So the last question, ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. In a cyclic process the amount of heat given to a system is equal to. ഓക്കെ, ഒരു സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഡെൽറ്റ ടി ഈക്വൽ ടു 0 ആണ്, ഓർ ഡെൽറ്റ യു ഈക്വൽ ടു 0 ആണ്. അങ്ങനെ ആവുന്ന സമയത്ത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു 0 ആയിപ്പോയി ഡെൽറ്റ ഡബ്ല്യു എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഫോർ എ സൈക്ലിക് പ്രോസസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഗിവൻ ടു എ സിസ്റ്റം ഈസ്, ഹീറ്റ് എന്തിന് ഈക്വൽ ആണ്? ആ വർക്ക് ഡണിന് ഈക്വൽ ആണ്. സോ ദ നെറ്റ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. കീം 2013 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Last question in this session, that is the Carnot cycle of a reversible heat engine consists of. Okay, ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട കാർനോട്ട് സൈക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കാർനോട്ട് എഞ്ചിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാർനോട്ട് എഞ്ചിനിൽ 4 പ്രോസസ്സുകളാണുള്ളത്. ഒന്ന് ഐസോതെർമൽ എക്സ്പാൻഷൻ, രണ്ടാമത്തത് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, പിന്നെ 2 കംപ്രഷനാണ്, ഐസോതെർമൽ കംപ്രഷനും പിന്നെ അഡിയാബാറ്റിക് കംപ്രഷനും. അപ്പോൾ 2 isothermal process ഉണ്ട്, 2 adiabatic process ഉണ്ട്. So the correct option, which one is correct? I think C is correct അല്ലേ? 2 isothermal and 2 adiabatic processes. Okay, so it's over. So ഈ ഒരു സെഷനിൽ നമ്മൾ എന്താണ് പിന്നെ തെർമോഡൈനാമിക് പ്രോസസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിരിക്കുന്നത്. സോ 28-ാം തീയതി കൃത്യം വൈകിട്ട് 7 മണിക്ക് നമ്മുടെ റേസ് സ്കീം ചാനലിൽ എന്തുണ്ട്? ഫിസിക്സിൻ്റെ 10 ചാപ്റ്റേഴ്സിൻ്റെ റിവിഷൻ സീരീസ് ഉണ്ട്. അതായത് കഴിഞ്ഞ 11 ദിവസങ്ങളായിട്ട്, അതായത് ഏകദേശം 25-ാം തീയതി മുതൽ നമ്മൾ എന്താക്കിയിട്ടുണ്ട്? പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 11 ദിവസങ്ങൾ കൊണ്ട് കീമിന് നിങ്ങൾക്ക് വേണ്ട എല്ലാ ചാപ്റ്റേഴ്സും, എല്ലാ സബ്ജക്റ്റിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ റിവൈസ് ചെയ്തിട്ട് അതിൽ ക്വസ്റ്റ്യൻസ് ചെയ്തു പോകുന്ന രീതിയിൽ ഒരു സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. ACE 11 എന്നാണ് ആ സീരീസിൻ്റെ പേര്. ആ സീരീസുമായി
ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് 28-ാം തീയതി വൈകിട്ട് കൃത്യം 7 മണി മുതൽ ഏകദേശം ഒരു 10 മണി വരെ എന്താണ് ഫിസിക്സിൻ്റെ ക്ലാസ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും എല്ലാവരും എന്താക്കുക, ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ആ ക്ലാസ്സിൽ എന്താണ് നമ്മൾ 10 ചാപ്റ്റേഴ്സ്, ഫിസിക്സിലെ 10 ചാപ്റ്റേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തായിരിക്കും പോകുന്നുണ്ടാവുക. സോ എന്തായാലും നമുക്ക് എന്താക്കാം, ക്ലാസ്സിൽ കാണാം. സോ ബൈ ബൈ.